നമ്മളിന്ന് കോടിക്കണക്കിന് ആളുകൾ ഓതുന്ന ഖുർആൻ അത് ആ മുസ്ഹഫ് രീതിയിലേക്ക് അങ്ങനെ ക്രോഡീകരിക്കാൻ കാരണമായ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. മുസൈലമത്തുബ്നു കദ്ദാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകനായിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിനെതിരെ യമാമ യുദ്ധത്തിൽ പോരാടിയപ്പോൾ 508 ഹാഫലിങ്ങൾ കൊല്ലപ്പെട്ടപ്പോഴാണ് ഖുർആൻ ക്രോഡീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നത്. അങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പൊ ആ യുദ്ധത്തിൽ മരിച്ച യമാമ ശുഹദാക്കൾ 58ഓളം ബദ്റിൽ പങ്കെടുത്ത ശുഹദാക്കളുടെ മക്കാം അടക്കം യമാമയിലുണ്ട്. 1200-ലധികം ശുഹദാക്കളുണ്ട് അവിടെ. ബദ്റിൽ പോയാൽ പോലും നമുക്ക് കാണാൻ പറ്റുന്നത് വെറും 13 ബദരീങ്ങളാണ്. 14 ബദരീങ്ങളാണ്, ഒന്ന് അപ്പുറത്താണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ യമാമയിൽ 58 ശുഹദാക്കൾ, ബദ്രിൽ പങ്കെടുത്ത ശുഹദാക്കൾ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഒരു പ്രത്യേകത. ഏതായാലും ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദർഅയ്യ എന്ന് പറയുന്ന റിയാദിന്റെ, ഇന്ന് നമ്മുടെ റിയാദ് വെറും 300 ചില്ലാന വർഷമായിട്ടുള്ള റിയാദ് എന്ന് പറയുന്ന സിറ്റി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നജ്ദ് ആയിരുന്നു. നജ്ദ് ആണ് അതിന്റെ ക്യാപിറ്റലാണ് ദർഅയ്യ. ഏതായാലും സൗദിയുടെ പ്രധാനപ്പെട്ട പ്രാചീന കേന്ദ്ര